റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ അദുല്ലുക്കും അലാ സൂറത്തിൻ ശയ്യഅഹാ 70,000 മലക് മലഅ അഅ്ളമുഹാ മാ ബൈന അസ്സമാഇ വൽ അർളി ലിതാലിഹാ മിസ്ലു ദാലിക്. അലാ അദുല്ലുക്കും, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ, അലാ സൂറത്തിൻ, ഒരു സൂറ, ശയ്യഅഹാ 70,000 മലക്കിൻ, 70,000 മാലാഖമാർ അകമ്പടി സേവിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് വന്ന ഒരു സൂറത്ത്. മലഅ അഅ്ളമുഹാ മാ ബൈന അസ്സമാഇ വൽ അർള്, ആ സൂറയുടെ മഹത്വം ആകാശഭൂമികൾക്കിടയിൽ നിറക്കുമാർ മഹത്വം അതിനുണ്ട്. ലിതാലിഹാ മിസ്ലു ദാലിക്, അത് ഓതുന്ന ആളുകൾക്കും ആകാശഭൂമികൾക്കിടയിൽ നിറയാൻ മാത്രമുള്ള പ്രതിഫലം അല്ലാഹു നൽകുന്ന 70,000 മലക്കുകൾ അകമ്പടി സേവിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഭൂമിയിലേക്ക് നബി തങ്ങൾക്ക് ഇറക്കി കൊടുത്തൊരു സൂറത്ത് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ നബിയേ, ഏതാണ് ആ സൂറത്ത്? ഖാല സൂറത്തു അസ്ഹാബിൽ കഹ്ഫി, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുന്ന സൂറത്താണത്. മൻ ഖറഅഹാ യൗമൽ ജുമുഅത്തി ഗുഫിറ ലഹു അൽ ജുമുഅത്തൽ ഉഖ്റാ വസിയാദതു 3 അയ്യാം വഉതിയ നൂറൻ യബ്ലുഗു അസ്സമാ വവഖിയ ഫിത്നത്തദ് ദജ്ജാൽ. ആ സൂറത്ത് ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരേക്കും, അതിന് ശേഷം ഒരു 3 ദിവസം ഏറെയും അള്ളാഹു ചെറുദോഷങ്ങൾ പുറത്തു കൊടുക്കും. 7 ദിവസം, അപ്പം 10 ദിവസം, 7 + 3 7, പിന്നെ ഒരു 3 ദിവസം ഏറെയും അല്ലാഹു തആല ചെറുദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന സൂറയാണത്. വഅതിയ നൂറൻ, അല്ലാഹു പ്രകാശം നൽകും. യബ്ലുഗുസ്സമാ, ആകാശ ലോകത്തോളം പ്രാപിക്കുമാറുള്ള പ്രകാശം. വവഖിയ ഫിത്നത്തദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹു കാവലും നൽകും. അങ്ങനത്തെ സൂറയാണ് സൂറത്തുൽ കഹ്ഫ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സൂറത്തിന്റെ ആരംഭമാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണങ്ങളും തഫ്സീറുകളും ഒക്കെ നമുക്ക് വഴിയെ പഠിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ബലിപെരുന്നാൾ ആസന്നമാവുകയാണ്. അതുകൊണ്ട് അടുത്ത ആഴ്ചയിലെ ക്ലാസ് നമ്മുടെ പെരുന്നാൾ സമയമാണല്ലോ. അപ്പോ നൗഫൽ പറഞ്ഞു പെരുന്നാൾ വ്യാഴാഴ്ചയല്ലേ, പെരുന്നാൾ കഴിഞ്ഞ് വേറെ 3 ദിവസം കൂടെ പെരുന്നാൾ ഉണ്ടല്ലോ. നൗഫലോടെ പെരുന്നാൾ 4 ദിവസം ഉണ്ടല്ലോ. അപ്പോ എന്ത് ചെയ്യാ, അടുത്ത ആഴ്ച നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല ഇൻഷാ അല്ലാഹ്. എന്ത് ചെയ്യാ, അത് കഴിഞ്ഞുള്ള പെരുന്നാൾ ആഘോഷിക്കാനുള്ളതല്ലേ. അപ്പൊ ആ സമയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കുടുംബ സന്ദർശനങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിലാക്കി തരട്ടെ. പിന്നെ വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലാണ് ഉള്ളത്. ദുൽഹിജ്ജ 9 വരേക്കും സുന്നത്ത് നോമ്പ് വളരെ പ്രബലമാണ്. അറഫയുടെ അന്ന് ബുധനാഴ്ച ദിവസം, നമ്മുടെ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ബുധനാഴ്ച ലീവുണ്ടോ? ഉണ്ട്. അപ്പോ എന്തായാലും നോമ്പനുഷ്ഠിക്കുക, നിർബന്ധമായിട്ട് നമ്മളത് ചെയ്യുക. തുകഫിറു സനത്തൽ മാദിയ, കഴിഞ്ഞ ഒരു വർഷവും വരാനുള്ള ഒരു വർഷത്തെയും തെറ്റുകൾ പൊറുക്കപ്പെടുന്നതാണ്. അതിന് ഉലമാ പറയാ, ഒരു കൊല്ലത്തെ അഡീഷണൽ ആയുസ് കിട്ടുമെന്നതിൽ സൂചന ഉണ്ട്. എന്നാ എന്തായാലും നോക്കണം അല്ലേ. അടുത്ത ഒരു വരാനുള്ള വർഷത്തെയും തെറ്റുകൾ പൊറുക്കപ്പെടുന്നു. അപ്പോ ഒരു കൊല്ലത്തെ ആയുസ് ഏറെ കിട്ടാനുള്ള ഒരു സാധ്യത അതിന്റെ ഉള്ളിൽ ഉലമാ പറയുന്നുണ്ട്. ചില ആളുകളുടെ ഒക്കെ ജീവിതത്തിലെ അനുഭവങ്ങളും അങ്ങനെ പറയാറുണ്ട്. നമ്മൾ മുമ്പ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 1-2 സംഭവങ്ങളൊക്കെ. അപ്പോ അത് കിട്ടാനല്ല, തെറ്റ് പൊറുക്കപ്പെടാൻ വേണ്ടി ചോദിക്കുക. നമ്മൾ എത്ര ജീവിക്കുന്നുവോ ആ ജീവിക്കുന്ന കാലം അത്രയും അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കണം. അതിന് അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അറഫയിലെ ദിവസത്തെ ആ ഒരു അറഫ നോമ്പ് ആരും നഷ്ടപ്പെടുത്താതിരിക്കുക. പിന്നെ ഉളുഹിയ്യത്ത് അറക്കാൻ, ഇവിടെ അറക്കാൻ കഴിയുന്ന ആളുകൾ ഇവിടെയും, അല്ലെങ്കിൽ നാട്ടില് നമ്മുടെ ബന്ധുക്കളൊക്കെ ഏൽപ്പിച്ചിട്ട് അവിടെയോ, ഓരോരുത്തരും കഴിവുള്ള ആളുകളൊക്കെ ഉളുഹിയ്യത്ത് അറക്കും ചെയ്യാം. അത് അറക്കുന്ന സമയത്ത് നമ്മൾ തഖ്വയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനപ്പെട്ടവർ അങ്ങനെ ഒരു ദബീഹത്ത് അള്ളാഹുവിന് വേണ്ടി കൊടുത്തു. നമുക്ക് ആ ഒരു ഓർമ്മ പുതുക്കാൻ നമ്മളൊരു ബലിമൃഗത്തെ ഇറക്കുകയാണ്. ബിസ്മി ചൊല്ലി, തക്ബീർ ചൊല്ലി, ഖിബ്ലയിലേക്ക് മുന്നിട്ട് കടത്തി ആ ബലിമൃഗത്തെ ഇറക്കുകയാണ്. അതിന്റെ ചോരയും അതിന് വേദനയൊക്കെ ഉണ്ട്. പക്ഷെ അള്ളാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ ഈ ബലികർമ്മം ചെയ്യുകയാണ്. ഇതിന്റെ ചോരയോ ഇതിന്റെ മാംസമോ ഒന്നും അള്ളാഹുവിന് കിട്ടൂല, കിട്ടുന്നത് തഖ്വ മാത്രമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, പ്രത്യേകിച്ച് ഇതിലൊരു മത്സര ബുദ്ധി വരും. നന്മ വിഷയത്തിൽ മത്സരം നല്ല തന്നെയാണ്. പക്ഷെ സാധാരണഗതിയിലൊക്കെ നാടുകളിലൊക്കെ നടക്കുന്നൊരു വിഷയം എന്താ വെച്ചാല്, മഹല്ലുകളിൽ മത്സരം വരും. ഞങ്ങൾ കൊടുത്ത 4 കിലോ, നിങ്ങൾ കൊടുത്ത എത്ര 2.5 കിലോ, ബാക്കി എല്ലു അല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മഹല്ലുകൾ തമ്മിൽ മേനി പറയും ഇറച്ചി കൊടുത്തതിനെ പറ്റി. അള്ളാഹുവിന് വേണ്ടത് എന്താണ്? നിങ്ങളുടെ ഖൽബിലെ തഖ്വയാണ്. ഇറച്ചിപ്പൊതിന്റെ വലുപ്പത്രയാണെന്നും ലൻ യനാലല്ലാഹ
ലുഹൂമുഹ വലാ ദിമാഉഹ, അതിന്റെ ലഹ്മോ ദമോ അള്ളാഹ്ക്ക് വേണ്ട. വലാകി യനാലുഹു തഖ്വ മിൻകും, അതുദ്ദേശിച്ചുകൊണ്ട് ചെയ്യാം. നമ്മൾ അധിക കുട്ടികളുടെയും അഖീഖത്തറക്കും. കുട്ടികൾക്ക് അഖീഖത്തുണ്ട്. അഖീഖത്തറക്കലൊക്കെ ഒരുവിധ അഖീഖത്തൊക്കെ പൈസ പോകുന്ന ഏർപ്പാടുകളായിട്ടാണ് ഞാൻ മനസ്സിലാക്കാറുള്ളത്. എത്ര കിൻഡല? 2 കിൻഡല്. എങ്ങനെ മറ്റവന്റെ 1.5 ഉണ്ടായിട്ടുള്ള നമുക്ക് 2 ജ്യേഷ്ഠനർത്ഥം ഇത്രയാണ്, അയൽവാസി അർത്ഥത് ഇത്രയാണ് എന്ന് പറഞ്ഞ് ഈ സാധു കടവും കള്ളിയൊക്കെ വാങ്ങിയിട്ട് എന്തിനാണെന്നറിയോ? നാട്ടുകാരെ എത്തിക്കാൻ വേണ്ടി. ഈ ഏർപ്പാട് ചെയ്യുമ്പോൾ നമ്മളെ കൂലി നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നമ്മള് ഉദ്ഹിയ്യത്ത് നാട്ടുമര്യാദക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും, അങ്ങനെയൊന്നും അല്ല. ഫൽയഅമൽ അമലൻ സ്വാലിഹ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. ഒന്നും ചിന്തിക്കേണ്ട, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ എന്റെ വക ഒരു ബലിമൃഗത്തെ അതിന്റെ പുറത്ത് നാളെ മഹ്ശറയിൽ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.